ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തിക്കുന്നതിൽ മദ്യത്തിന്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ ആ പണം ഇന്ന് സർക്കാരിന് വേണ്ടെന്ന മട്ടാണ്. മദ്യനിരോധനം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെതിരെ എതിർപ്പുകൾ പല ഭാഗത്തു നിന്നുണ്ടെങ്കിലും സർക്കാരിന്റെ പ്രഖ്യാപനം സമൂഹം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബാറുകൾക്കെതിരെ വനിതകളും ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരിക്കാൻ സോണിയയ്ക്ക് MSS വനിതകളുടെ കത്ത്. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന് ദീർഘവീക്ഷണം ആവശ്യമാണെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. റോഡ് ആന്തരഘടനയും പുതിയ സാങ്കേതിക വിദ്യകളും പങ്കുവച്ച് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ശില്പശാല. വിശദമായ വാർത്തകളിലേക്ക്. ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരിക്കാൻ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് AICC പ്രസിഡന്റ് സോണിയാഗാന്ധിക്ക് MSS വനിതാ വിഭാഗം പ്രവർത്തകർ കത്തുകൾ അയച്ചു. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി 6ാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ ജഹാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി തടഞ്ഞിരിക്കുന്ന 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകരുതെന്നാവശ്യപ്പെട്ടാണ് MSS വനിതാ വിഭാഗം പ്രവർത്തകർ AICC പ്രസിഡന്റ് സോണിയാഗാന്ധിക്ക് കത്തുകൾ അയച്ചത്. ലൈസൻസ് പുതുക്കി നൽകരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് നിർദ്ദേശിക്കണമെന്ന് കത്തിൽ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യമുന്നയിക്കുന്ന 1000 പോസ്റ്റ് കാർഡുകളാണ് MSS വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അയച്ചത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് 6ാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ ജഹാൻ ആദ്യ കത്തയച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന് കടിഞ്ഞാണിടുന്നതിൽ എല്ലാ സർക്കാരുകളും വിമുഖത കാണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തോട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുന്നതെന്ന് MSS ഭാരവാഹികൾ പറഞ്ഞു. ഏത് ഭരണകക്ഷി വന്നാലും മദ്യലോബികൾക്ക് അനുകൂലമായ നിയമമാണ് സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി ഈ വനിതാ വിങ് ഇതിനെതിരായിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ അധ്യക്ഷയായ സോണിയാഗാന്ധിക്ക് നൽകുന്നു. MSS ജില്ലാ പ്രസിഡന്റ് PP അബ്ദുറഹ്മാൻ, സെക്രട്ടറി P സിക്കന്ദർ, ഖദീജ ടീച്ചർ, P മുഹമ്മദ് കോയ, ബിച്ചുമ്മ AV, P റസിയ B, CPM സെയ്ദ്, K ഫൗസിയ, V സഫിയ B, KP ഉമർ, K ഹാഷിം, P മുഹമ്മദ് കോയ, RP അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന് ദീർഘവീക്ഷണം ആവശ്യമാണെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് അവസരം ലഭ്യമാക്കാൻ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് SIയോട് ആഭിമുഖ്യത്തിൽ DD ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ നിന്ന് SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് അവസരം ലഭ്യമാക്കാൻ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് SIO DD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന് ദീർഘവീക്ഷണം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിനൊരു വീക്ഷണം വേണം. അത് വീക്ഷണമില്ലാതെ ഇപ്പൊ ഇവിടെ സർക്കാർ ചെയ്യുന്ന റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ റിയാക്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുക, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിന് പകരമായിട്ട് ഇവിടെ വളരെ വ്യക്തമാണ് കണക്കുകൾ. എത്ര ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, അതിൽ എത്ര ലക്ഷം വിദ്യാർത്ഥികളെ പാസ്സാവും നമുക്കറിയാം. ആ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് സീറ്റ് കൊടുത്തേ പറ്റൂ. കാരണം ഉപരിപഠനം എന്ന് പറഞ്ഞാൽ മെഡിസിൻ വരെയുള്ളെങ്കിൽ ഉപരിപഠനമായിട്ട് നമുക്ക് കണക്കാക്കാം, മെഡിസിൻ എഞ്ചിനീയറിംഗ് വരെയുള്ളത്. അതിന് പകരമായിട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന സ്ഥിതി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 55,000 എഞ്ചിനീയറിംഗ് സീറ്റ് ഉണ്ടാക്കി, 22,000 സീറ്റ് കാലിയായിട്ട് കിടക്കണം.
സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വേളം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിൽ നിന്ന് 43,959 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. CBSE, ICSE, സേ പരീക്ഷാ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ തുടർ പഠനത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം ഇതിലും വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കണമെന്ന് മാർച്ചിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. SIO ജില്ലാ പ്രസിഡന്റ് ഷബീർ കൊടുവള്ളി, SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി KV സഹീർ ഷാ, ജമായത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഖാലിദ് മൂസ നദ്വി, SIO ജില്ലാ സെക്രട്ടറി NK നയീം ഗഫൂർ, SIO ജില്ലാ ജനറൽ സെക്രട്ടറി നയീം ചേളന്നൂർ എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. റോഡ് ആന്തരഘടനയും പുതിയ സാങ്കേതിക വിദ്യകളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. താജ് ഗേറ്റ്വേയിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. റോഡ് ആന്തരഘടനയും പുതിയ സാങ്കേതിക വിദ്യകളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. താജ് ഗേറ്റ്വേയിൽ നടന്ന ശില്പശാല MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. For same roads and thereby causing extra financial burden. Thus, the present method and technology has to be molded to such an extent that such challenges can be faced in a better manner. As a matter of fact, it is high time that this issue needs to be addressed in a more scientific and pragmatic manner. Also, we should keep in our mind that these set methods are eco-friendly and sustainable in nature. Because by losing our nature and making our future generations suffer, there is no point in setting up huge infrastructure and big mansions. I have zero doubt in my mind with regard to the success of this workshop, and may it act as an inspiration and encouragement for other events in the coming years. CMA പ്രസിഡന്റ് PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് നോർത്ത് സർക്കിൾ നാഷണൽ ഹൈവേസ് മേൽനോട്ടം വഹിക്കുന്ന PN ശശികുമാർ, VKS മേനോൻ, PM രാധാകൃഷ്ണൻ, TR ശിവദാസ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ശില്പശാലയിൽ NITC പ്രൊഫസർമാരായ ഡോക്ടർ ചന്ദ്രകരൻ, ഡോക്ടർ MVLR അഞ്ജനയലു, DMRC ചീഫ് എഞ്ചിനീയർ K ഗോപാലകൃഷ്ണൻ, അമ്മൻ അപ്പോളോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജനറൽ മാനേജർ ബാലസുബ്രഹ്മണ്യൻ, റീജിയണൽ മാനേജർ K ശരവണകുമാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 33ാം ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി A വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 33ാം ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി A വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നവലിബറൽ നയങ്ങൾ പൂർവാധികം തീവ്രതയോടെ നടപ്പാക്കുന്നതിന്റെ ഫലമായി ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ പെരുകുകയാണ്. കേരളത്തിലും UDF സർക്കാർ ഇതേ നയമാണ് പിന്തുടരുന്നത്. LDF സർക്കാർ ചെയ്തതുപോലെ ബദൽ നയങ്ങൾ കൈക്കൊണ്ട് നവലിബറൽ നയങ്ങളുടെ കെടുതികൾ ലഘൂകരിക്കാൻ UDF സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഓരോരുത്തർക്കും ലോകത്തിലേക്കുണ്ട് വലിയ മധ്യവർഗക്കാരൻ മധ്യ നിരോധനക്കാരൻ അങ്ങനെ ഏകയാലും സഹായിക്കാനാണ് ചെയ്തിരുന്നത്. 22 രൂപയുടെ ചാരായം കുറിച്ചുണ്ടെങ്കിൽ 200 രൂപയുടെ യുവജനത്തെ പ്രത്യേകിച്ച് അപ്ഗ്രഡേഷൻ. പണ്ട് പാവപ്പെട്ട പട്ടച്ചാരായം 22 രൂപയ്ക്ക് പോയി കുടിക്കുമ്പോഴാണ് അതിനെ മാറ്റി ആന്റിജാനം നിരോധിച്ചു. അതോടുകൂടി ചാരായത്തിൽ തുടങ്ങില്ല. ഏറ്റവും വലിയ തീരുമാനം വരികയാണ്. ചാരായ നിരോധനത്തിന് ശേഷമാണ് കേരളത്തിലെ കുടിയന്മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം കിട്ടിയത്. അതിനുള്ള അവാർഡ് കൊടുക്കുന്ന ആളുടെ നാട്ടുകാർ മുഴുവൻ മറുപടി K ബേബി സുന്ദർരാജ് അധ്യക്ഷം വഹിച്ചു. FSCTU ജില്ലാ സെക്രട്ടറി M മുരളീധരൻ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി C ശിവദാസൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV രത്നാകരൻ, വൈസ് പ്രസിഡന്റ് AV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. കോഴിക്കോട് കണ്ണകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന ശേഷം വിരമിച്ചവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഓൾ കേരള ഫോമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർക്കാരിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് തിരിച്ചറിയൽ കാർഡ് അനുവദിക്കപ്പെട്ടതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ്, ഇതര ഓഫീസുകൾ തുടങ്ങിയവയിൽ മുൻകൂർ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നതിന് തിരിച്ചറിയൽ കാർഡ് ഉപകരിക്കും.
പഞ്ചായത്ത് അംഗങ്ങളായി വിരമിച്ചാലും പൊതുപ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടേണ്ടി വരുന്നതിനാൽ ഓഫീസുകളിൽ പ്രവേശനാനുമതി ലഭിക്കാത്തതും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് അസോസിയേഷൻ ഇത്തരമൊരാവശ്യം മുന്നോട്ട് വെച്ചതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ M.K. മുനീർ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷയായിരിക്കും. മേയർ പ്രൊഫസർ A.K. പ്രേമജം, M.K. രാഘവൻ MP, M.I. ഷാനവാസ് MP തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. ഈ കാർഡ് കൊണ്ടുള്ള ഗുണം ഇപ്പോ സെക്രട്ടേറിയറ്റിൽ മെഡിക്കൽ കോളേജിൽ പോലത്തെ സർക്കാർ സ്ഥാപനത്തിലേക്ക് കയറി ഇറങ്ങണമെങ്കിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KV അബ്ദുറഹ്മാൻ, സെക്രട്ടറി നടുക്കണ്ടി അബൂബക്കർ, അപ്പുക്കുട്ടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. നിറങ്ങളുടെ ലോകത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള 2 കലാകാരന്മാരുടെ ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കണ്ണൂർ സ്വദേശികളായ ജോയ് ചാക്കോ, ശശികുമാർ എന്നിവരുടെ ചിത്രങ്ങളാണ് കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവം നൽകുന്നത്. പച്ച നിറക്കൂട്ടിൽ തീർത്ത പ്രകൃതിയുടെ മനോഹര ചിത്രങ്ങളാണ് ജോയ് ചാക്കോ തന്റെ ക്യാൻവാസിൽ തീർത്തത്. 32ഓളം ഓയിൽ പെയിന്റിങ്ങുകളാണുള്ളത്. പ്രകൃതിയുടെ പച്ചപ്പിനോടൊപ്പം മനുഷ്യനാൽ നശിക്കുന്ന പ്രകൃതിയും ജോയ് ചാക്കോ വരച്ചിരിക്കുന്നു. വലിയൊരു ക്യാൻവാസിൽ തീർത്ത ആശുപത്രിയും ATM കൗണ്ടർ, കോളേജ്, റോഡുകൾ തുടങ്ങി മനുഷ്യജീവിതം ഓരോ ദിവസം കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം ജോയ് ചാക്കോയുടെ ചിത്രപ്രദർശനത്തിൽ കാണാം. 1989 സംസ്ഥാന അവാർഡ് നേടിയ അഭയാർത്ഥികൾ എന്ന ചിത്രവും പ്രദർശനത്തിലുണ്ട്. യാത്രകളിൽ കണ്ട മുഖങ്ങളും കാഴ്ചകളുമാണ് ശശികുമാറിന്റെ ശില്പങ്ങൾ. 8 ശില്പങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഇങ്ക് സ്കെച്ചുകളും അക്രിലിക് ഉപയോഗിച്ചും വരച്ചതാണ് ചിത്രങ്ങൾ. പൊതുവെ മനുഷ്യന്റെ ദാർശനിക അവസ്ഥയും അസ്തിത്വ ചിന്തകളുമായിരുന്ന ആദ്യത്തെ ചിത്രങ്ങളിൽ പ്രകടമായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ചിത്രങ്ങളിൽ അത് പ്രകൃതിയോട് എടുത്തിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ യാത്രയിൽ കണ്ട കാഴ്ചകളും തലച്ചേരിയിലെ മൃഗമനുഷ്യൻ, കപിലവസ്തുവിലെ കൃഷിവലൻ, ഓസ്തുർഗിയിലെ പുകയിലപ്പാടങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഓരോ നാടിന്റെ കഥ പറയുന്നവയാണ്. ഈ മാസം 8 വരെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 3ാമത് കേരള സ്റ്റേറ്റ് പാരാലിമ്പിക് ചാമ്പ്യൻഷിപ്പ് മെയ് 10, 11 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിൽ 300-ൽ പരം കുട്ടികൾ പങ്കെടുക്കും. ശാരീരികമായി വൈകല്യങ്ങൾ നേരിടുന്നവരുടെ കായിക മത്സരങ്ങളാണ് പാരാലിമ്പിക് ചാമ്പ്യൻഷിപ്പ്. 2009 കേരള സ്റ്റേറ്റ് പാരാലിമ്പിക് അസോസിയേഷൻ നിലവിൽ വന്നത്. ഇതിനുശേഷം ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ചാമ്പ്യൻഷിപ്പുകൾ നടന്നുവരുന്നു. 3ാമത് പാരാലിമ്പിക് ചാമ്പ്യൻഷിപ്പാണ് മെയ് 10, 11 തീയതികളിൽ കോഴിക്കോട് നടക്കുക. കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി ലാൻസ് ഡിസ്ട്രിക്ട് ഗവർണർ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 300-ൽ പരം കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സ്പോർട്സ് ഉപകരണങ്ങൾ തരാൻ റെഡിയാണ്. പക്ഷെ ഈ ഉപകരണങ്ങൾ വെക്കാൻ നമുക്ക് ഓഫീസോ കെട്ടിടമോ സ്ഥലവും ഇല്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ കോഴിക്കോട് MLA MP മാരെയൊക്കെ സമീപിച്ചു.
വാർത്താ സമ്മേളനത്തിൽ കേരള പാരാലിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ OC മനോഹരൻ, ജനറൽ സെക്രട്ടറി തച്ചിലോട്ട് നാരായണൻ, UK ഭാസ്കരൻ നായർ, P വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈവിധ്യമാർന്ന നൃത്ത പരിപാടികളോടെ ബേപ്പൂർ കലാഗ്രാമത്തിന്റെ 10ാം വാർഷികാഘോഷം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. കവി PK ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ കലാരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ബേപ്പൂർ കലാഗ്രാമത്തിന്റെ 10ാം വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ ടൗൺ ഹാളിൽ നടന്നു. കവി PK ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാന്ത്രികൻ പ്രദീപ് ഹുഡിനോ അധ്യക്ഷം വഹിച്ചു. പുരുഷൻ കടലുണ്ടി MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലാമണ്ഡലം സുമംഗല മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിന് M ഗോപി മാസ്റ്റർ, കോൽക്കളിയാശൻ നായടി തെങ്ങും തറമ്മൽ, ഹാർമോണിയം ഗിറ്റാറിസ്റ്റ് KK ബാലൻ, ഡ്രമ്മർ പുരുഷോത്തമൻ മേച്ചേരി, നാടകം MS മണി, ചമയം കറുവഞ്ചേരി ഗംഗാധരൻ, മൃദംഗം തബല ഹരിനാരായണൻ, ഒപ്പന ദഫ്മുട്ട് മാസ്റ്റർ സാദിഖ് മാത്തോട്ടം, നാട്ടിപ്പാട്ട് റാട്ടിയമ്മ, തബലിസ്റ്റ് കോഴിക്കോട് അബൂബക്കർ എന്നിവരെ ആദരിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീദേവി R കൃഷ്ണൻ, കളരിപ്പയറ്റ് ദേശീയ താരം ശ്രുതി മോൾ, നൃത്തം സംസ്ഥാന താരം അഞ്ജന മറിയ സേവിയർ എന്നിവരെ അനുമോദിച്ചു. കലാഗ്രാമത്തിലെ വിദ്യാർത്ഥികളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2013 ജില്ലാ കലോത്സവത്തിൽ ഗ്രൂപ്പ് ഡാൻസിന് A ഗ്രേഡ് നേടിയ കുട്ടികളെയും അനുമോദിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഉള്ളൂർ M പരമേശ്വരൻ, മുരളി ബേപ്പൂർ, കരുവള്ളി ശശി, സന്തോഷ് മുതുവന, T ഉണ്ണികൃഷ്ണൻ, M രാജഗോപാൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് 100ഓളം കലാകാരികളും കലാകാരന്മാരും അണിനിരന്ന നൃത്തനൃത്യങ്ങളും നൃത്തശില്പവും അരങ്ങേറി. കഴിഞ്ഞ 10 വർഷമായി ബേപ്പൂരിൽ നൃത്തപഠനം നടത്തിവരുന്ന സ്ഥാപനമാണ് ബേപ്പൂർ കലാഗ്രാമം. ശശികല ടീച്ചറുടെ നേതൃത്വത്തിലാണ് കലാഗ്രാമം പ്രവർത്തിച്ചു വരുന്നത്. വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ വിനോദ മാസ്റ്ററാണ് ഇതുപോലെ തന്നെ കലയെയും കോഴിക്കോട് ജില്ലാ ചെസ് അസോസിയേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച കേരള പോലീസ് സ്റ്റേജ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ARKM ഡെപ്യൂട്ടി കമാൻഡർ N ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോലീസ് മേധാവി AV ജോർജ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലാ ചെസ് അസോസിയേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച കേരള പോലീസ് സ്റ്റേജ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മെയ് 1, 2, 3 തീയതികളിൽ പോലീസ് ക്ലബ് സെമിനാർ കോംപ്ലക്സിൽ നടന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സേനാംഗങ്ങളാണ് പങ്കെടുത്തത്. ചെസ് മത്സരത്തിൽ NP ഫ്രാൻസിസ് ആണ് 1ാം സ്ഥാനം നേടിയത്. മുഹമ്മദ് ഫൈസൽ, സുഗുണേഷ് ബാബു എന്നിവർ 2ഉം 3ഉം സ്ഥാനം കരസ്ഥമാക്കി. ക്യാരംസിൽ PK രാജേഷ്, VF നവീൻ എന്നിവർ 1ഉം 2ഉം സ്ഥാനം നേടി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിൽ പോലീസ് മേധാവി AV ജോർജ് വിതരണം ചെയ്തു. ARKM ഡെപ്യൂട്ടി കമാൻഡർ M ബാബു സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റൊരിടവേള കൂടി. Galaxy made of ABS material. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. ബേപ്പൂർ പുതുക്കുടി ഏരിയ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും ജനറൽ ബോഡി യോഗവും എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ചു. ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ M സാലിഹ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ അപ്പൊ ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അയൽവാസികളുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റും, നല്ലൊരു സമൂഹമായി മാറാൻ പറ്റും, സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയാനേക്കാൾ ഒരുപാട് പ്രഗത്ഭമായ ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഈ ചെറിയ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ അവസരം തന്നതിൽ എനിക്ക് വളരെ ഇതൊക്കെ തോന്നുന്നു.
PRA പ്രസിഡന്റ് പ്രഭാകരൻ പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ P. ജലജ, റിട്ടയർഡ് ADM KP രമാദേവി, TM ഇന്ദിര, TP ഷിയാസ്, NK പൊന്നമ്മ എന്നിവർ സംസാരിച്ചു. സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം കാലിക്കറ്റ് ഓർഫനേജ് LP സ്കൂൾ അധ്യാപകൻ PC മുഹമ്മദ് കുട്ടി മാസ്റ്റർ നിർവഹിച്ചു. ജയന്തി റോഡിലെ വലിയ വളപ്പ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് A. കുഞ്ഞാലി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഡോക്ടർ രാധാകൃഷ്ണൻ MBBSനെ ആദരിച്ചു. കൌൺസിലർ സബിത കോടി സമ്മാനദാനം നിർവഹിച്ചു. കൃഷി സമ്മാനദാനം നല്ലളം കൃഷിഭവൻ ഓഫീസർ PC സുബിച റാണി നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കോർഡിനേറ്റർ റഷീദ് പുതുക്കുടി, നല്ലളം SI G. ഗോപകുമാർ, റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി M. മുഹമ്മദ് റിയാസ്, സെക്രട്ടറി അയ്യമ്പാടൻ സ്വാമി, ബ്രദേഴ്സ് ചാലഞ്ച് നല്ലളം ബിനു മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് പട്ടുറുമാൽ ഫെയിം യുംന ഗാനം ആലപിച്ചു. ഇടവേള റാഫി N ടീം അവതരിപ്പിച്ച കോമഡി ഷോയും തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ആർമി മെഡിക്കൽ കോർപ്സ്, ഡെന്റൽ കോർപ്സ്, മിലിറ്ററി നഴ്സിംഗ് സർവീസ് തുടങ്ങിയവയിൽ നിന്ന് വിരമിച്ചവരുടെ ഒത്തുചേരൽ മെയ് 11 ഞായറാഴ്ച 3 മണിക്ക് കോഴിക്കോട് കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഓൾ കേരള റിട്ടയർഡ് ആർമി മെഡിക്കൽ കോർപ്സ്, ഡെന്റൽ കോർപ്സ്, മിലിറ്ററി നഴ്സിംഗ് സർവീസസ് എന്നിവയുടെ മലബാർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. മുൻമന്ത്രിയും NCP നേതാവുമായിരുന്ന AC ഷൺമുഖദാസിന്റെ സ്മരണയ്ക്കായി ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചതായി AK ശശീന്ദ്രൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കേന്ദ്രമാക്കി പഠന കേന്ദ്രം ആരംഭിക്കും. ഷൺമുഖദാസിന്റെ ചരമദിനമായ ജൂൺ 27 കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുപരിപാടി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപൂർവമെങ്കിലും മാരകവും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കാത്തതുമായ പൾമനറി ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖത്തിന് ബോധവൽക്കരണത്തിലൂടെ കടിഞ്ഞാണിടാൻ സാധിക്കുമെന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജേഷ് മുരളീധരൻ പറഞ്ഞു. ഹൃദയത്തിന്റെ പ്രവർത്തനം താറുമാറാകും വിധം ശ്വാസകോശത്തിന്റെ ധമനികളിൽ രൂപപ്പെടുന്ന അതിരക്തസമ്മർദ്ദമാണ് പൾമനറി ഹൈപ്പർ ടെൻഷൻ. ഇത് ചുമയും ആസ്മയുമായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ രാജേഷ് മുരളീധരൻ വിശദീകരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാറുകൾക്കെതിരെ വനിതകളും ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരിക്കാൻ സോണിയയ്ക്ക് MSS വനിതകളുടെ കത്ത്. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന് ദീർഘവീക്ഷണം ആവശ്യമാണെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. റോഡ് ആന്തരഘടനയും പുതിയ സാങ്കേതിക വിദ്യകളും പങ്കുവച്ച് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ശില്പശാല. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.